എൻ്റെ പേര് സിമി എഡിസൺ. ഇതെൻ്റെ മകനാണ് ഡാമിയൻ. ഞങ്ങൾ വരുന്നത് ചെന്നൈയിൽ നിന്ന്, പെരമ്പൂർ എന്ന് പറയും. എൻ്റെ ഇടവക സെൻറ്റ് ജോസഫ് പെരമ്പൂർ. ഞാൻ എൻ്റെ മകൻ്റെ ലൈഫിൽ കിട്ടിയ ഒരു അത്ഭുത രോഗസൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനാണ് ഇവിടെ അമ്മയുടെ തിരുവൾത്താരയിൽ നിൽക്കുന്നത്. എൻ്റെ മകന് കഴിഞ്ഞ വർഷം 2023 ജൂലൈ മാസം വിട്ട് കുറേ ദിവസം അധികം പനി വരികയും വല്ലാത്ത ജലദോഷവും ചുമയും അനുഭവപ്പെടുകയും ചെയ്തു. അപ്പോൾ അവൻ മൂക്ക് ചീറ്റുമ്പോൾ അതിൽ ബ്ലഡിൻ്റെ സ്പോട്ട്സ്, ചുമച്ച് കഫം തുപ്പുമ്പോഴാണെങ്കിലും അത് മുഴുവൻ ചോരയുടെ കട്ട. പിന്നെ അതോടൊപ്പം തന്നെ 2 ദിവസത്തിനുള്ളിൽ തന്നെ ശരീരത്ത് കൈകളിലും കാലുകളിലുമായിട്ട് ബ്ലഡിൻ്റെ പാച്ചസ്, ചതഞ്ഞ പോലെ ഒരുമാതിരി ബ്ലൂയിഷ് പാച്ചസ് പോലെ അനുഭവപ്പെട്ടു. ഞങ്ങൾ പീഡിയാട്രീഷ്യനെ കാണിച്ചു. പീഡിയാട്രീഷ്യന് ഡൗട്ട് തോന്നിയിട്ട് CBC എന്ന് പറയും, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, ബേസിക്കായിട്ടൊരു ബ്ലഡ് ടെസ്റ്റാണ്, അത് ചെയ്യാൻ പറഞ്ഞു. അത് ചെയ്ത് റിസൾട്ട് കിട്ടിയപ്പോഴേക്കും ഡോക്ടറിന് എന്തോ സംശയം തോന്നി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മകനെ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം, അതായത് ഓഗസ്റ്റ് 5, 2023 കാലത്ത് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ഡോക്ടറെ കാണിച്ച് അവിടുത്തെ പ്രിലിമിനറി ടെസ്റ്റ് എല്ലാം ചെയ്തപ്പോൾ ബ്ലഡ് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും വല്ലാതെ വിഷമിച്ചു ഞങ്ങൾ. അതോടൊപ്പം ഞങ്ങൾ ഉടനെ തന്നെ അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തത്. പിന്നെ വിശദമായ ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി ചെന്നൈ അപ്പോളോ ലാബിലേക്ക് ബ്ലഡ് ടെസ്റ്റുകൾ സെൻഡ് ചെയ്തപ്പോൾ ഇതിൻ്റെ ടൈപ്പ് അറിയാൻ സാധിച്ചു. അപ്പോൾ ഇത് പ്രോമൈലോസൈറ്റിക് ലുക്കീമിയ ആണ് എന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും വിശദമായ ടെസ്റ്റ് ചെയ്തപ്പോൾ അറിയാൻ സാധിച്ചു 46% ക്യാൻസർ സെൽസ് ബ്ലഡിലുണ്ട്. ഉടനെ തന്നെ നമുക്ക് കീമോതെറാപ്പി തുടങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ മോന് ഹൈ റിസ്ക് കേസ് ആയതുകൊണ്ട് അന്ന് തന്നെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ICUയുടെ ഉള്ളിൽ തന്നെ ഒരു ഐസൊലേഷൻ റൂമിലേക്ക് അവനെ മാറ്റി. ബിക്കോസ് ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാവരുത് എന്ന് അവർ പ്രത്യേകം പറഞ്ഞിരുന്നു. അപ്പോൾ അവൻ എപ്പോഴും ഡോക്ടേഴ്സിൻ്റെ ഒബ്സർവേഷനും മോണിറ്ററിൽ കണക്ട് ചെയ്യുകയും ഇൻഫെക്ഷൻ ചെസ്റ്റിലുണ്ടായിരുന്നത് കൊണ്ട് IV ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എല്ലാം തുടങ്ങി, മെഡിസിൻസ് എല്ലാം തുടങ്ങി. എന്നിട്ട് 7-ാം തീയതി കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം മോൻ പറഞ്ഞു, മമ്മി എനിക്ക് യൂക്കറിസ്റ്റ് സ്വീകരിക്കണം, നമ്മുടെ അച്ഛനോട് വരാൻ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടേഴ്സിന് പെർമിഷൻ ചോദിച്ചപ്പോൾ പെർമിഷൻ കിട്ടി. അച്ഛൻ വന്ന് അവൻ കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ചതോടുകൂടിയാണ് കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് തന്നെ ഞങ്ങൾക്ക് വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹമായിരുന്നു. ബിക്കോസ് അവൻ തന്നെയാണത് ആഗ്രഹിച്ച് ചോദിച്ചത് ഈശോനെ. പിന്നെ ഒരാഴ്ചയോളം ഞങ്ങൾ ICUവിലായിരുന്നു. അപ്പോൾ ആദ്യമൊന്നും ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായിരുന്നില്ല. ഇവൻ്റെ വൈറ്റ് ബ്ലഡ് സെൽസ് കൂടി വരികയായിരുന്നു. പ്ലേറ്റ്ലെറ്റ്സ് ആണെങ്കിൽ തീരെ കുറവ്, 17,000 ഉണ്ടായിരുന്നുള്ളൂ പ്ലേറ്റ്ലെറ്റ്സ്. അപ്പോൾ ഡോക്ടേഴ്സ് ഇടയ്ക്ക് വന്ന് ചോദിക്കും, ഇവൻ്റെ യൂറിനിൽ ബ്ലഡ് ഉണ്ടോ, ചെവിന്നോ മൂക്കിന്നോ എവിടെന്നെങ്കിലും ബ്ലഡ് ഒഴുകി വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ അതൊന്നുമില്ല. ആ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ ചുമയിലുണ്ടായിരുന്ന ബ്ലഡ് സ്പോട്ട്സ് പോലും തീരെ ഇല്ലാതായി. ഇവിടെ കഴിഞ്ഞ വർഷം എൻ്റെ മമ്മി ഉടമ്പടി എടുത്തിരുന്നു. അപ്പോൾ ആ ഉടമ്പടി തൈലവും ഉപ്പും തേനും എല്ലാം എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്ന് മുതൽ തന്നെ മോനെ അതെല്ലാം കൊടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ പരിപൂർണമായി ഈശോയിൽ ശരണപ്പെട്ടു. ഇനി ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, ഞങ്ങളുടെ മോനെ രക്ഷിക്കേണ്ട ഈശോ മാത്രമാണെന്ന് പറഞ്ഞു. പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം അവനുണ്ടായിരുന്നു. അതോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ധ്യാനഗുരുക്കന്മാരും പിതാക്കന്മാരും ഞങ്ങളുടെ ഇടവകയിലെ ആൾക്കാരും ബന്ധുക്കളും എല്ലാവരും ഒത്തിരി പേര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞത് മാതാവിൻ്റെ വലിയ സംരക്ഷണം കാണുന്നുണ്ട് എന്ന് തന്നെ ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു മാതാവ് കൂടെ തന്നെ ഉണ്ടെന്നുള്ളത്. ഒരാഴ്ചയ്ക്ക് ശേഷം ഇവനെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ സ്ലോലി കൗണ്ട്സ് ഇൻക്രീസ് ആവാൻ തുടങ്ങി. അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സും ബ്ലഡും ഒക്കെ കുറഞ്ഞിരുന്ന അവസ്ഥയിൽ ഒരു 2 തവണ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും 4 തവണ പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷനും വേണ്ടി വന്നു. പിന്നെ ഇവൻ്റെ കീമോതെറാപ്പിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 30 ദിവസമാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവണമെങ്കിൽ 30 ദിവസം ഇഞ്ചക്ഷൻ കൊടുക്കണം. ആ 30 ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയും വേണം. അപ്പോൾ അങ്ങനെ 30 ദിവസം ഞങ്ങൾ പ്രാർത്ഥനയോടും പരിശുദ്ധ കുർബാന കാണും ദിവസം ബൈബിള് വായിക്കും, വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കും. മാതാവിൻ്റെ രൂപം എപ്പോഴും ഞങ്ങളുടെ കട്ടിലയിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ആ മമ്മി തന്നിരുന്ന ഉടമ്പടി ലോക്കറ്റ് ഇവൻ്റെ ടീഷർട്ടിൽ എപ്പോഴും പിൻ ചെയ്ത് വെക്കുമായിരുന്നു. അത് കണ്ടിട്ട് ഡോക്ടേഴ്സും നഴ്സസും വരെ ചോദിച്ചിട്ടുണ്ട്, ഇതൊരു പ്രത്യേക തരമാണല്ലോ, ബ്ലൂയിഷ് കളറാണല്ലോ, ഇതെന്താണ്, എവിടുത്തെ മാതാവാണെന്നൊക്കെ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അവരോട്. പിന്നെ 30 ദിവസത്തിന് ശേഷം
ഇവൻ്റെ കൗണ്ട്സ് എല്ലാം ഇമ്പ്രൂവ് ആയി. ആദ്യത്തെ സൈക്കിൾ കഴിഞ്ഞു. ഞങ്ങളെ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തു. ഡിസ്ചാർജ് ചെയ്ത് 2 ദിവസത്തിനകം ബോൺ മാരോ ടെസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ് വീണ്ടും ഒരു ദിവസത്തെ അഡ്മിഷന് വേണ്ടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ബോൺ മാരോ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ 46% ഉണ്ടായിരുന്നത് 1% ആയിട്ട് കുറഞ്ഞു. ഈശോയ്ക്ക് നന്ദി. ആ 1%ന് ശേഷം വീണ്ടും ഡോക്ടർ പറഞ്ഞത് നമുക്ക് 4 സൈക്കിളും കൂടി കംപ്ലീറ്റ് ചെയ്യണം, എന്നാലേ ഫുൾ കോഴ്സ് നമ്മുടെ തീർക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഞങ്ങൾ 2 സൈക്കിളും കൂടി ചെയ്യണം. അത് കഴിഞ്ഞാണ് നെക്സ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനിടയ്ക്ക് ഡോക്ടർ പറഞ്ഞു കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, ഹെയർ ഫോൾ ഉണ്ടാവും, പിന്നെ ബാക്കിയുള്ള സൈഡ് എഫക്ട്സ് വോമിറ്റിങ്, ലൂസ് മോഷൻ, ക്ഷീണം, വിശപ്പില്ലായ്മ എല്ലാം ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഈ ഉപ്പും തേനും മാതാവിൻ്റെ തൈലവും ഇതെല്ലാം യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കണം യാതൊരുവിധ സൈഡ് എഫക്ട്സും മോനുണ്ടായില്ല. ഇവൻ എല്ലാം കാര്യത്തിലും ഇവൻ ആക്റ്റീവായിരുന്നു, വളരെ ഹെൽത്തി ആയിരുന്നു. ഡോക്ടറിൻ്റെ കൺസൾട്ടേഷന് ഞങ്ങൾ പോകുമ്പോൾ ബാക്കിയുള്ള പേഷ്യൻസ് എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു, ഇവൻ ശരിക്കും ഇത് തന്നെയാണോ ഇവൻ അസുഖം, ഇവൻ വളരെ നോർമലാണല്ലോ എന്ന് പറയാറുണ്ടായിരുന്നു. അത്രമാത്രം മാതാവ് ഞങ്ങളെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ വീണ്ടും അതിനുശേഷം ഒരു അഡ്മിഷൻ പോലും ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടില്ല. ഞങ്ങൾ ഡേ കെയർ ബേസിസിൽ തന്നെ ദിവസവും ഇഞ്ചക്ഷന് വേണ്ടി പോയി ഇഞ്ചക്ഷൻ ഇട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമായിരുന്നു. അപ്പോൾ ഓഗസ്റ്റ് മാസത്തിന് ശേഷം സെപ്റ്റംബർ അവസാനത്തോടു കൂടി തന്നെ ബ്ലഡ് സാമ്പിൾസ് എല്ലാം നോർമലായി, ബ്ലഡ് കൗണ്ട്സ് എല്ലാം നോർമലായി, വൈറ്റ് സെൽസും ഹീമോഗ്ലോബിനും പ്ലേറ്റ്ലെറ്റ്സും എല്ലാം നോർമലായതുകൊണ്ട് ഡോക്ടർ പള്ളിയിലേക്ക് ഇവൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പള്ളിയിൽ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ദിവസം പരിശുദ്ധ കുർബാനയിൽ സംഭവിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഇഞ്ചക്ഷൻസ് എടുക്കാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഡിസംബർ വരെ ടോട്ടൽ 3 സൈക്കിൾസ് കഴിഞ്ഞു. അപ്പോൾ ഡിസംബർ ആയപ്പോഴേക്കും ഒരു ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. PML RA എന്നാണ് ആ ടെസ്റ്റിൻ്റെ പേര്. അത് ചെയ്തപ്പോഴേക്കും കംപ്ലീറ്റ് 0% ആയിട്ട് കുറഞ്ഞു, റിസൾട്ട് നെഗറ്റീവായിട്ട് കിട്ടി. അപ്പോൾ ഇതിങ്ങനെ 5 സൈക്കിൾസ് എന്ന് പറഞ്ഞത് കാരണം വീണ്ടും 2 സൈക്കിൾ പെൻഡിങ് ഉണ്ട്. അപ്പോൾ ഈ 2 സൈക്കിളും കൂടി ഞങ്ങൾ വീണ്ടും ചെയ്യാമെന്ന് പറഞ്ഞ് 2 സൈക്കിളും അതേപോലെ തന്നെ ഡേ കെയർ ബേസിസിൽ ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സ്മൂത്തായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ജേർണി ആയിരുന്നു. എന്നിട്ട് ഏപ്രിൽ മാസം 5-ാം തീയതി ആയപ്പോഴേക്കും ട്രീറ്റ്മെൻറ്റ് മുഴുവൻ കഴിഞ്ഞു. ഏപ്രിൽ 23-ാം തീയതി ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും വീണ്ടും നെഗറ്റീവ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയത്. 0% തന്നെയായിരുന്നു റിസൾട്ട്. മാതാവ് ഞങ്ങളുടെ ലൈഫിൽ ചെയ്ത ഈ വലിയ അത്ഭുതത്തിന് ഞാൻ മാതാവിന് നന്ദി പറയുവാണ്. ഇന്നാണ് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തത്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സാക്ഷി എൻ്റെ ഓൺലൈൻ ഉടമ്പടിയിൽ കിട്ടിയതാണ്. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലെ പേഷ്യൻസിനെല്ലാം പത്രം കൊടുത്തായിരുന്നു. ഈ ട്രീറ്റ്മെൻറ്റ് സമയത്ത് തന്നെ എൻ്റെ മമ്മി ഒരു 2 തവണ കൃപാസനത്തിൽ വന്ന് ഇവിടെ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു, മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് കൃപാസന പത്രം ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് അതെല്ലാം ഹോസ്പിറ്റലിൽ ഞങ്ങൾ വിതരണം ചെയ്തു. പാവപ്പെട്ട പേഷ്യൻസിന് സാമ്പത്തികമായി സഹായിക്കാൻ സാധിച്ചു. പാവപ്പെട്ടവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാനും അനാഥാലയങ്ങൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാനും ഒക്കെ സാധിച്ചു. കൃത്യമായി ദശാംശം കൊടുക്കാനും സാധിച്ചു. ഇതെല്ലാം മാതാവ് എന്നെ കൂടുതലായി വിശ്വാസത്തിൽ വളർത്താനും ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനും വിശുദ്ധീകരിക്കാനും വേണ്ടിയിട്ടാണ് ഇത് തന്നത് എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. കൃപാസന മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. ഈശോ സൗഖ്യം തന്നതിന് ഒത്തിരി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, പ്രൈസ് ദ ലോർഡ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് മകൻ്റെ സാക്ഷ്യമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരു അമ്മ കൂടെയുണ്ട്. അമ്മയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും. ഒരുപക്ഷെ ഈ മകന് വേണ്ടി ഈ മകൾക്ക് ശേഷം പിന്നെ പ്രാർത്ഥിച്ചിരിക്കുന്ന അമ്മയായിരിക്കണം കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട സൗഖ്യമെന്നത് ഡോക്ടർമാർ പറഞ്ഞതിനേക്കാളും അപ്പുറം യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റുകളൊന്നുമില്ലാതെ ഒരു പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുവാൻ, വേഗം തന്നെ സൗഖ്യം പ്രാപിക്കുവാനായിട്ട് ദൈവം ഇടവരുത്തി എന്നുള്ളതാണ്. അപ്പോൾ ഉടമ്പടിയിലെ വസ്തുക്കളും കൂടുതൽ ഉപയോഗിക്കുകയും ഒപ്പം വ്യക്തിപരമായിട്ട് ആ മകന് തന്നെ ഒരു ദൈവികമായിട്ടൊരു അനുഭവമുണ്ട്. കാരണം അങ്ങനെ ഇത്രയൊരു ബുദ്ധിമുട്ടുള്ള സമയത്ത് കുർബാന സ്വീകരിച്ച് കുമ്പസാരിച്ചതിന് ശേഷം എൻ്റെ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കാൻ എന്നുള്ളൊരു വിശ്വാസത്തിൽ ഈ മകനെ വളർത്തിക്കൊണ്ട് വരുവാനായിട്ടൊരു പക്ഷേ ഈ കുടുംബം ശ്രമിച്ചതിൻ്റെയും ഒരു വലിയൊരു ചൈതന്യം അതിനുണ്ട്. കാരണം അത് ആ കുർബാന സ്വീകരണത്തിന് ശേഷമാണ് ഈ പറയുന്ന മാറ്റങ്ങൾ പലതും ഉണ്ടായിരിക്കുന്നത്. പിന്നീട് ഉടമ്പടിയിലുള്ള അമ്മയുടെ സഹായത്താൽ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുകയും ഈ അൾത്താരയിൽ വന്ന് ഈ മകനോട് സാക്ഷ്യപ്പെടുത്തുക എന്നുള്ളൊരു വാഗ്ദാനത്തിന് പ്രകാരം ഇന്ന് ഇവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തുകയും ഒപ്പം ഉടമ്പടിയിലെ ഗൗരവമായുള്ള അടുത്ത സ്റ്റെപ്പാണ്. കാരണം ഓൺലൈൻ ഉടമ്പടിയിൽ
എല്ലാ പ്രാവശ്യവും തന്നെ ഇവിടെ ഒരുപാട് സാക്ഷ്യങ്ങൾ വരുന്നുണ്ട്. അതേറെ പ്രത്യേകിച്ച് ഇവിടെ എത്തിച്ചേരാനായിട്ട് പറ്റാത്തവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം അന്ന് കൊറോണ സമയത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് ക്രമീകരിച്ചതാണ്. പക്ഷേ ഇന്നും ഒരുപാട് പേര് ഇത് ഓൺലൈൻ ഉടമ്പടി എടുത്ത് വലിയ അനുഭവങ്ങളുമായിട്ട് ഈ അൾത്താലിൽ വരുമ്പം മാതാവ് അത്രത്തോളം ഈ പ്രാർത്ഥനയല്ല, അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ ലോകത്തിന് മുമ്പിൽ പ്രഘോഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ഇവിടെ അത്ഭുതങ്ങളും അടയാളം നടത്തുമ്പോൾ അതെല്ലാം അമ്മയുടെ പ്രത്യക്ഷയോട് ബന്ധപ്പെട്ട. കാരണം ഈ ഇടത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു വന്നതും അത് ലോകത്തിന് മുമ്പ് വിളിച്ചു പറയുവാനായിട്ട് അനുഭവ സാക്ഷ്യങ്ങളായിട്ടാണ് ഇന്ന് ഈ മകൻ്റെ സാക്ഷ്യവും ഒപ്പം എല്ലാ ദിവസവും ഇവിടെ പറയുന്ന സാക്ഷ്യങ്ങളെല്ലാം നമ്മൾ രേഖപ്പെടുത്തുന്നതും റെക്കോർഡ് ചെയ്യുന്നതുമെല്ലാം. ഏറെ പ്രത്യേകിച്ച് ഈ ഒരു കുടുംബത്തിന് ദൈവം നൽകിയ സൗഖ്യത്തിനും ഇപ്പോൾ ഏറ്റവും അവസാനം ചേർത്ത് വെച്ചതുപോലെ കൂടുതൽ വിശുദ്ധീകരിക്കുവാനായിട്ട് നൽകിയ ഒരു അവസരമായിട്ട് ഇതിനെ ഈ വ്യക്തി നോക്കിക്കാണുമ്പം അത് തന്നെ കൂടുതൽ കൃപയിൽ വളരുവാനായിട്ടൊരു സാധ്യതയായിട്ട് മാറുകയാണ്. ഇപ്പോൾ ഇന്നത്തെ ദിവസം എടുത്തിരിക്കുന്ന ഉടമ്പടി കൂടുതൽ ദൈവാനുഭവത്തിനും വലിയ സൗഖ്യത്തിനും ഒരുപാട് ദൈവകൃപയ്ക്കും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം പരിശുദ്ധ അമ്മ വഴി ഈ മകന് ലഭിച്ച എല്ലാ സൗഖ്യത്തിനും ബോധ്യത്തിനും വിശ്വാസത്തിൻ്റെ ആഴപ്പെടലിനും എല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.